ബഹുമാനപ്പെട്ട ബാലേന്ദ്രൻ സാർ, മഞ്ജു, ഇവിടെ ഇന്നത്തെ ഭാരത് സേവക് ഉപഹാരം ഏറ്റുവാങ്ങാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അതുപോലെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ളവരെ, ഈ മാസത്തെ ഭാരത് സേവക് ഉപഹാര സമർപ്പണ ചടങ്ങാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഭാരത് സേവക് സമാജിനെ പറ്റി ഇവിടെയുള്ളവർക്കെല്ലാം തന്നെ ഏകദേശ ധാരണ ഉണ്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പ്രത്യേകമായി ഒന്നും പറയുന്നില്ല. ഭാരത് സേവക് സമാജ് ദേശവ്യാപകമായി വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ വളരെയധികം പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം മേഖലകൾ എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും തന്നെ ഭാരത് സേവക് സമാജിനെ കൊണ്ടാവും വിധത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് കർമ്മനിരതരായ ഒരു സംഘം ആൾക്കാർ എല്ലാ ഭാഗത്തും ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകരാണ്. ഇന്ത്യ മൊത്തം ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകരുണ്ട്. അവരിൽ കൂടിയാണ് ഭാരത് സേവക് സമാജിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലുടനീളം നടത്തി വരുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ഭാരത് സേവക് ഉപഹാരം നൽകി സമൂഹത്തിലെ വ്യക്തിത്വങ്ങളെ ആദരിക്കുക എന്നുള്ളത്. ഇതും രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഭാരത് സേവക് സമാജിൻ്റെ ഫൗണ്ടേഷൻ ഡേ ഓഗസ്റ്റ് 12 എടുത്ത തീരുമാനത്തിന് പ്രകാരമാണ് ഭാരത് സേവക് സമാജിൻ്റെ ഈ ഭാരത് സേവക് ഉപഹാരം രാജ്യത്തെമ്പാടും നടക്കുന്നത്. ഭാരത് സേവക് ഉപഹാരം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരത് സേവക് സമാജ് വിവിധങ്ങളായ മേഖലകളിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളെയാണ് കണ്ടുപിടിച്ച് ഇവിടെ ഭാരത് സേവക് ഉപഹാരത്തിനായി അവരെ എത്തിക്കുന്നത്. ഭാരത് സേവക് സമാജിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്നത് വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് രാജ്യത്തെമ്പാടും അതുപോലെ സമൂഹത്തിൽ എല്ലായിടത്തും തന്നെ നടത്തുന്നത്. അക്കൂട്ടത്തിൽ പെടുന്ന ധാരാളം പ്രവർത്തകർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഭാരത് സേവക് സമാജിൻ്റെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമുക്കറിയാം, ധാരാളം ഓരോ പ്രവർത്തകരും ഓരോ വ്യക്തികളും സമൂഹത്തിൻ്റെ നന്മയ്ക്കായി അവരവരെ കൊണ്ടാകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നത് നമുക്ക് തോന്നിയിരിക്കാം. പക്ഷെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രയും മഹത്തരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ പ്രവർത്തകരും ഓരോ വ്യക്തിയും സമൂഹത്തിൽ തൻ്റെതായ പങ്കുവച്ച് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളെ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ ചിലപ്പോൾ അവർ വളരെ പ്രശസ്തരായിരിക്കാം, ചിലപ്പോൾ ചിലർ അപ്രശസ്തരായിരിക്കാം, ധാരാളം അവാർഡുകൾ കിട്ടിയവരായിരിക്കാം, അവാർഡുകൾ ഒന്നും തന്നെ കിട്ടാത്തവരായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങൾ സമൂഹത്തിൽ നിന്ന് നമ്മുടെ പ്രവർത്തകരിൽ കൂടി കണ്ടെത്തുകയും അവരെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് ഒരു കൂരയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് അവർക്ക് അവാർഡ് നൽകുകയും ചെയ്യുന്നത്. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ തന്നെ ധാരാളം വ്യക്തിത്വങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ മേഖലകളിൽ നിന്നിട്ടുള്ള അതിപ്രശസ്തരായ വ്യക്തികൾ വരെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓരോ 12-ാം തീയതിയും ഇവിടെ എത്തിച്ചേർന്നവർ അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ നിന്നുള്ള അതിപ്രശസ്തരായ വ്യക്തികളാണ്. പലരുടെയും ബയോഡേറ്റ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ധാരാളം അവാർഡുകൾ കിട്ടിയിട്ടുള്ളതാണ്, ധാരാളം പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുള്ളവരുമാണ്. പക്ഷേ ഈ അവാർഡ് എന്ന് പറയുമ്പോൾ ഒരു ദേശീയ അംഗീകാരമാണ്. ഭാരത് സേവക് സമാജിൻ്റെ ദേശീയ ഉപഹാരമാണ് ഇന്നിവിടെ എല്ലാവർക്കും ലഭിക്കുന്നത്. അതോടുകൂടി നിങ്ങൾ ഓരോരുത്തരും തന്നെ ഭാരത് സേവക്കുകളായി മാറുകയാണ്. ഭാരത് സേവക് എന്ന് പറയുമ്പോൾ ഭാരതത്തിനെ സേവിക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. നമ്മുടെ ഈ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഭാരത് സേവക് സമാജിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്ന കർമ്മങ്ങളിൽ നമ്മൾ കൂടുതൽ കർമ്മനിരതരാവുകയും കൂടുതൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതാണ് ഒരു ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യം, ഈ അവാർഡ് കിട്ടുന്നതോടുകൂടി നിങ്ങളുടെ പിൻതലമുറ എങ്ങനെയാണ് അത് നോക്കിക്കാണുകയും ആ തലമുറയും അതേപോലെ തന്നെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലും സമൂഹത്തിൻ്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന രീതിയിലേക്ക് അവർ മാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഭാരത് സേവക് സമാജ് ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഭാരതത്തിലെമ്പാടും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറികളിലും ഇന്ന് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശവ്യാപകമായി ഈ പ്രവർത്തനത്തിൽ നിങ്ങളും ഇവിടെ പങ്കാളികളാകുകയാണ്. ഈ ചടങ്ങിലേക്ക് ഓരോരുത്തരെയും ഞാനിവിടെ പ്രത്യേകം സ്വാഗതം ചെയ്യും. പക്ഷേ അവരുടെ ബയോഡേറ്റ വായിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വളരെ ബൃഹത്തായ ബയോഡേറ്റയാണ് പലരുടെയും കിട്ടിയിട്ടുള്ളത്. ധാരാളം അവാർഡുകൾ, അതുപോലെ ധാരാളം വിദ്യാഭ്യാസ യോഗ്യതകൾ, ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവരാണ്. ഇന്ന് ഏകദേശം 50ഓളം വ്യക്തികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി. അപ്പോൾ ഓരോരുത്തരുടെ ബയോഡേറ്റയിൽ കുറച്ചൊരു മാറ്റം നമ്മൾ വരുത്തുന്നുണ്ട്. എല്ലാവരുടെയും വിദ്യാഭ്യാസ യോഗ്യത നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെ കിട്ടുന്ന അവാർഡുകൾ, ഒത്തിരി അവാർഡ് കിട്ടിയത് വളരെ കുറച്ചേ നമ്മൾ പറയുള്ളൂ. കാര്യം സമയം പരിധി എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് വളരെ ദൂരെ നിന്ന് വന്നിട്ടുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. ഈ സമയപരിധിക്കുള്ളിൽ ഈ പ്രോഗ്രാം നടത്തി തീരേണ്ടത് കൊണ്ട് തന്നെ ഒരു ചെറിയ ബയോഡേറ്റയാണ് എല്ലാവരെ പറ്റിയും ഞാനിവിടെ വായിക്കുന്നത്. നമ്മുടെ വിശദമായ ബയോഡാറ്റ കിട്ടണമെങ്കിൽ നമ്മുടെ ഭാരത് സേവക് സമാജിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിന് തുല്യമായ ഒരു വെബ്സൈറ്റ്. നിങ്ങളുടെ ഓരോരുത്തർ ഇന്ന് വരെ കിട്ടിയിട്ടുള്ള എല്ലാവരുടെയും ബയോഡാറ്റ അതിനകത്ത് വരും. അതിനകത്ത് നിങ്ങളുടെ വിശദമായ വ്യക്തിപരമായ എല്ലാ വിശദാംശങ്ങളും, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഒരു ബയോഡാറ്റയാണ്. അതിലെല്ലാവരുടെയും കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരിക്കും.
അപ്പോൾ ഇവിടെ വായിക്കുമ്പോൾ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് സമയത്തിൻ്റെ കുറവ് കൊണ്ട് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണെന്ന് എല്ലാവരും കരുതി സഹകരിക്കുക. ഓരോരുത്തരെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ VS ബാലേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ബാലേന്ദ്രൻ സാറിനെ അറിയാവുന്നവരാണെന്നറിയാം. പക്ഷേ എന്നാലും ഭാരതീയ സമാജിനെ ഇത്രയും നല്ല നിലയിൽ മാറ്റിയെടുത്തത് ഭാരതീയ സമാജിൻ്റെ ഈ ചെയർമാനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കർമ്മത്തിലൂന്നിനുള്ള പ്രവൃത്തികളും അതുപോലെ തന്നെ എന്ത് പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താൻ ഭാരതീയ സമാജിൻ്റെ പ്രവർത്തകരെ സജ്ജരാക്കുക, അവരെ മുമ്പോട്ട് നയിക്കുക, അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകുക, ഒരു ടീമായി അവരെ ഒന്നിച്ചു നിർത്തുക എന്നുള്ളത് എത്രയോ വർഷമായി ഭാരതീയ സമാജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ട് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തുടനീളം ഏത് പ്രവൃത്തിയും ഏറ്റെടുത്ത് നടത്താൻ ഭാരതീയ സമാജിൻ്റെ പ്രവർത്തകർ സജ്ജരായിരിക്കുന്നതെന്ന്. അദ്ദേഹം ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാൻ ആയത് മുതൽ ധാരാളം പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റുമായിട്ടും മറ്റ് സംഘടനകളുമായിട്ടും അതുപോലെ തന്നെ പൊതുവായിട്ടും നടപ്പിലാക്കി വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരത് സേവക് ഉപകാര സമർപ്പണ എന്ന ചടങ്ങും ആരംഭിച്ചിരിക്കുന്നത്. ഭാരതീയ സമാജിൻ്റെ പ്രവർത്തനങ്ങളുടെ എല്ലാം നെടുന്തൂൺ അദ്ദേഹമാണെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ നെടുന്തൂൺ. എല്ലാ പ്രവർത്തനങ്ങളും ഏകീകരിച്ച് ഇത്രയും ഭംഗിയെ ഭാരതീയ സമാജിനെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിർത്തുകയും എന്തും ഏറ്റെടുത്ത് നടത്താൻ പ്രാപ്തരായ ഒരു കൂട്ടം പ്രവർത്തകരെ വാർത്തെടുക്കുകയും ചെയ്തത് അദ്ദേഹത്തിൻ്റെ കഴിവ് തന്നെയാണ്. ആ കഴിവിൻ കീഴിലാണ് ഭാരതീയ സമാജിൻ്റെ ഓരോ പ്രവർത്തകരും നിലകൊള്ളുന്നതും ഭാരതീയ സമാജ് കൃത്യമായ ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭാരതീയ സമാജിൻ്റെ ഡയറക്ടർ ജനറൽ മഞ്ജു ശ്രീകണ്ഠൻ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. മഞ്ജുവിനെ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അടുത്ത ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങളെയും ഞാൻ പേരെടുത്ത് സ്വാഗതം ചെയ്യാം. പേരെടുത്ത് വിളിക്കുമ്പോൾ ഇവരിവിടെ വന്ന് ഒന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് നിന്നാൽ എല്ലാവരെയും കാണാൻ പറ്റും. അത് ബയോഡേറ്റ അന്നേരം ഞാൻ വായിക്കുന്നതായിരിക്കും. ആദ്യമായി ഡോക്ടർ PN സുരേഷ് കുമാർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എൻ്റെ ധാരാളം വിദ്യാഭ്യാസ യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും തന്നെ പറയുന്നില്ല. ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഊഹിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ ബാക്കിയൊന്നും പറയുന്നില്ല. നിലവിൽ ഡയറക്ടർ ചേതന സെൻറ്റർ ഫോർ ന്യൂറോ സൈക്യാട്രി കോഴിക്കോട്, പ്രൊഫസർ ഓഫ് സൈക്യാട്രി KMCT മെഡിക്കൽ കോളേജ് കാലിക്കറ്റ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് സൈക്യാട്രി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഡയറക്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് കോഴിക്കോട്, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് സൈക്യാട്രി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്യാട്രി ആലപ്പുഴ മെഡിക്കൽ കോളേജ്, പ്രൊഫസർ ഓഫ് സൈക്യാട്രി കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എന്നീ നിലകളിൽ ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നൽകുന്ന ബെസ്റ്റ് ഡോക്ടർ അവാർഡ്, ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് ഏർപ്പെടുത്തിയ ഏറ്റവും മികച്ച ഗവേഷകനുള്ള വിദ്യാസാഗർ അവാർഡ്, ആത്മഹത്യ സംബന്ധിച്ച സമഗ്ര പഠനത്തിന് ഇന്ത്യൻ സൈക്യാട്രി സൊസൈറ്റിയുടെ 7 നാഷണൽ അവാർഡുകൾ, MA അക്കാഡമി ഓഫ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിൻ്റെ പ്രസിദ്ധീകരിച്ച മികച്ച ശാസ്ത്ര പ്രബന്ധത്തിനുള്ള ഡോക്ടർ ഈപ്പൻ ശ്യാമൽ മെമ്മോറിയൽ അവാർഡ് 3 തവണ ലഭിച്ചു. കേരളത്തിലെ ആത്മഹത്യാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് അവയർനെസ് ചാരിറ്റി ട്രസ്റ്റും ഇൻഡോ അറേബ്യൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷനും ചേർന്ന് നൽകിയ 2005 സോഷ്യൽ അവയർനെസ് കേരള അവാർഡ്, കേരള മെഡിക്കൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ച മികച്ച ഒറിജിനൽ ലേഖനങ്ങൾക്കുള്ള IMA അവാർഡ് 2 തവണ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഡോക്ടർ ശങ്കരപ്പിള്ള മെമ്മോറിയൽ അവാർഡ്, ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സോഷ്യൽ സൈക്യാട്രിയുടെ മികച്ച പ്രബന്ധത്തിനുള്ള അവാർഡുകൾ, അങ്ങനെ ധാരാളം അവാർഡുകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇനിയുമുണ്ട്, ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മെൻ്റൽ ഹെൽത്ത് ധാരാളം അവാർഡ്. ഇതുകൂടാതെ ജേർണൽ പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും 25ഓളം ദേശീയ പ്രസിദ്ധീകരണങ്ങൾ, അതുപോലെ 74ലധികം അന്തർദേശീയ തലത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ, സംസ്ഥാന തലത്തിലുള്ള 35 പ്രസിദ്ധീകരണങ്ങൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജേർണലുകൾ. കൂടാതെ നിരവധി മലയാളം, ഇംഗ്ലീഷ് പത്രങ്ങളിലും മാസികകളിലും മാനസിക രോഗങ്ങളെക്കുറിച്ചും മാനസികാരോഗ്യത്തെക്കുറിച്ചും എഴുതി വരുന്നു. ഇതിനു പുറമെ റേഡിയോയിലും നിരവധി TV ചാനലുകളിലും മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ടോക്ക് ഷോകളിൽ പങ്കെടുക്കുന്നുണ്ട്. മികച്ച സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 10 ആത്മഹത്യാ പ്രതിരോധ ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തികളെ കണ്ടെത്തുന്നതിനും അവരെ ചികിത്സയിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതിനുമുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നു. ഈ ഒരു പതിറ്റാണ്ടിലധികം കാലം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രത്തിന് നേതൃത്വം നൽകി 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. സംരക്ഷണം നൽകുന്ന ഹോം ഓഫ് ലവ് എന്ന സന്നദ്ധ സ്ഥാപനത്തിൻ്റെ അന്തേവാസികൾക്ക് കഴിഞ്ഞ 15 വർഷമായി സൗജന്യ വൈദ്യസഹായവും മരുന്നുകളും നൽകി വരുന്നു. മാനസിക രോഗങ്ങളിൽ നിന്ന് വിമുക്തി നേടിയ വ്യക്തികൾക്ക് പുനർജനി എന്ന പേരിൽ പുനരധിവാസ കേന്ദ്രം വഴി ആവശ്യമായ സഹായങ്ങൾ നൽകി വരുന്നു. 60ലധികം വ്യക്തികൾക്ക് ഇവിടെ നിന്ന് തൊഴിൽ പരിശീലനവും അതുവഴി അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള പിന്തുണയും നൽകി.
ആരോഗ്യ സേവന മേഖലയിലെ മികച്ച സംഭാവനകൾ കണക്കിലെടുത്താണ് ഭാരത് സേവക് ഓണം നൽകി ആദരിക്കുന്ന സ്നേഹപൂർവ്വം സ്വാഗതം. ഡോക്ടർ ബി